എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. സ്വാതന്ത്ര്യം ഇപ്പോഴും വാക്കുകളിൽ ഒതുങ്ങുകയാണെങ്കിലും 1947 ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്തോഷം, അന്നത്തെ ആളുകൾ അനുഭവിച്ച യാതനകൾ ഓർക്കുമ്പോൾ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖം, പറന്നുകൊണ്ടുള്ള ജീവിതം, സംസാരിക്കാനുള്ള അധികാരം, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഓർക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. എന്തായാലും ഇന്ന് രാവിലെ പഴയൊരു ഗാർഡൻ ബെഡ് ഉണ്ടായിരുന്നത് ഒന്ന് മിനുക്കിയെടുത്തു. കുറച്ച് മണ്ണ് അതിൽ നിറച്ചു. മുളക് നടണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം അതിൽ മുളക് നട്ടിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമുക്കതിൽ നിന്ന് കിട്ടി. ഈ വർഷവും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു തരം മുല്ലയാണ്. നന്നായിട്ട് പൂ പിടിച്ച് കഴിയുമ്പോൾ നല്ല മണമാണ് അതിന്. നമ്മുടെ ബഡ്ഗീസ് അവരെന്തൊക്കെയോ പുലർക്കാല കളികളിലാണ്. അങ്ങനെ പ്രകൃതിയുടെ വികൃതിയും അതിൻ്റെ തലോടലും അതിലെ സംഗീതവും കേട്ടുകൊണ്ട് നല്ലൊരു ശനിയാഴ്ച ഇന്നും പുലർക്കാലം മുതൽ മധ്യാഹ്നം വരെ ചിലവഴിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിനിടയിൽ ഒരു ചെറിയ യാത്ര സ്പ്രിംഗ്ഫീൽഡ് വരെ, അത് കഴിഞ്ഞ് റിപ്ലി വരെ, തിരിച്ച് ചില കലാപരിപാടികളൊക്കെ ഒപ്പിച്ച് വന്നു. വീണ്ടും ഈവനിങ്ങിൽ ഞാനും ബോയ്സും കൂടെ പുറത്തോട്ടിറങ്ങി. വീണ്ടും കുറച്ച് പരിപാടികൾ. അങ്ങനെ എന്താ പറയുക, നല്ല അതിമനോഹരമായ പ്രകൃതിയുടെ, രസകരമായിട്ടുള്ള പ്രകൃതിയുടെ വിചാരങ്ങളിലൂടെ ഞങ്ങളും യാത്ര ചെയ്തു. ഇത് കോവലിൻ്റെ പന്തലാണ്. കഴിഞ്ഞ വർഷം ഇതിൽ കോവൽ നട്ടതാണ്. അതിൻ്റെ വള്ളികൾ ഇപ്പോഴും ഉണ്ട്. കോവലിൻ്റെ തണ്ടുകൊണ്ട് പ്രൂൺ ചെയ്തു. ഇന്നലെയാണ് പ്രൂൺ ചെയ്തത്. ഇനിയിപ്പം ഇപ്പോഴും തണുപ്പിൻ്റെ ഒരു ആലസ്യത്തിലാണ്. ഒരു മാസം കൊണ്ട് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ആർത്തങ്ങ് വളരും. പിന്നീട് ഒരു മാസം കൊണ്ട് കഴിയുമ്പോഴേക്കും കോവയ്ക്ക പറിക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ 50 കിലോ വെച്ച് 3 പ്രാവശ്യം പറിക്കുമ്പോൾ 150 കിലോയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബണിൽ ഇത്രത്തോളം പ്രതീക്ഷകളോടെ കൃഷി ചെയ്യുന്നൊരു കർഷകൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മുഖസ്തുതി പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, നമ്മുടെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ഈ കൃഷിഭൂമിയിലൂടെ